So, welcome everyone to this program. Once again, we want to study how to be Krishna conscious. വീണ്ടും പഠിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് എപ്പോഴും കൃഷ്ണാബോധരാകാൻ. മൊബൈൽ സൈലന്റ് ആക്കി. We had a seminar how to become rich, quick, bring the people. ഇപ്പോൾ നമ്മൾ ഒരു സെമിനാർ നടത്തുകയാണ് എങ്ങനെ പണക്കാരനാകാം എന്നുള്ളത്. എങ്കിൽ ഒത്തിരി ആൾക്കാർ വന്നേ. Why should we study what's called Krishna conscious? നമ്മൾ എന്തുകൊണ്ട് കൃഷ്ണാബോധം പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു? Well, actually become Krishna conscious. To become Krishna conscious. കൃഷ്ണാബോധസ്ഥനാകാനായിട്ട് It's more valuable than millions and millions and crores of rupees. യഥാർത്ഥത്തിൽ കൃഷ്ണാബോധസ്ഥനാകുന്നത് കോടാനുകോടി രൂപകൾ കിട്ടുന്നതിനെക്കാട്ടിലും മൂല്യമുണ്ടാണ്. Because no matter how much money you make, എത്ര പണം നമുക്ക് കയ്യിലുണ്ടെങ്കിലും മരണസമയത്ത് നമുക്ക് ഒരു പൈസ പോലും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. So here we will teach you tonight. ഇന്ന് നമുക്ക് പഠിക്കാം I would say the ultimate wealth. യഥാർത്ഥ സമ്പത്ത് എങ്ങനെ നേടാമെന്ന് പഠിക്കാം. How to become the wealthiest person in the whole world. എങ്ങനെ ഈ സർവ്വപ്രപഞ്ചത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി മാറാമെന്ന് പഠിക്കാം. Attaining riches that can never be taken away by any situation. ഏത് സാഹചര്യത്തിലും നഷ്ടപ്പെടാത്ത ആ ഒരു സമ്പത്ത് എങ്ങനെ നേടാമെന്ന് പഠിക്കാം.
not by government taxes, നമ്മുടെ ആ സമ്പത്ത് ഗവൺമെന്റ് ടാക്സസ് കൊണ്ട് കുറയില്ല, not by thieves, കള്ളന്മാരായിട്ട് കുറയില്ല, not by that. മരണം കൊണ്ടും കുറയില്ല. If the world really knew what we were talking about, നമ്മൾ ഈ സംസാരിക്കുന്നത് ലോകത്തിന് അതിന്റെ മൂല്യം മനസ്സിലാക്കിയാൽ, millions and millions of people be thrown in and out of it. ശരിക്കും അത് മനസ്സിലാക്കിയാൽ കോടാനുകോടി ജനങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ കയറാൻ വരും. But because they are sleeping in the land of ignorance, പക്ഷെ അവന് അന്ധകാരം അജ്ഞതയുടെ മടിയിൽ ഉറങ്ങുകയാണ്. only we have a small crowd tonight. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഇവിടെ വരുള്ളൂ. So you, my dear ladies and gentlemen and kids, എന്റെ പ്രിയപ്പെട്ട ഭക്തരെ, you should understand നമുക്ക് മനസ്സിലാക്കണം, that you are the most fortunate people in the whole world. നമ്മളെല്ലാവരും ഏറ്റവും ഭാഗ്യം ചെയ്ത വ്യക്തികളാണ്. Because you're here tonight കാരണം നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. to learn what is the science of Krishna. കാരണം നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് കൃഷ്ണനെ കുറിച്ചുള്ള ശാസ്ത്രം മനസ്സിലാക്കാൻ. Krishna is not some imagination. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ഊഹാപോഹമല്ല. Krishna is not some Hindu myth, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു കെട്ടിടതയല്ല, some fable, some fairy tale. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളുമല്ല. Krishna is the scientific absolute truth. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ പരമസത്യമാണ്. Krishna is the source of all existence. കൃഷ്ണനാണ് എല്ലാ അസ്തിത്വത്തിന്റെയും ഉത്ഭവസ്ഥാനം. Nothing exists except for the fact that Krishna is emanating it from himself. കൃഷ്ണൻ തന്റെ ശരീരത്തിൽ നിന്ന് വിസ്തരിച്ചില്ലെങ്കിൽ ഒന്നിനും നിലനിൽപ്പില്ല. For the purpose എന്തിനു വേണ്ടിയാണ് കൃഷ്ണൻ അത് ചെയ്യുന്നത്? of expanding his enjoyment. കൃഷ്ണൻ തന്റെ സന്തോഷത്തെ വളർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. So on this very auspicious evening, ഈ മനോഹരമായ വേളയിൽ we will study some words of what Krishna has to say to Arjuna. നമുക്ക് കൃഷ്ണൻ അർജുനനോട് എന്താ പറയുന്നതെന്ന് നോക്കാം. കുറച്ച് ശ്ലോകങ്ങൾ നോക്കാം. Actually, it was spoken 5,000 years ago. ഭഗവാൻ 5000 വർഷം മുമ്പാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും But Krishna consciousness is transcendental time and space. കൃഷ്ണബോധം എന്ന് പറഞ്ഞാൽ ഈ സമയത്തിനും അതിക്രമിച്ചു നിൽക്കുന്നു. So actually, these words of wisdom are being spoken by Krishna to Arjuna right now. യഥാർത്ഥത്തിൽ കൃഷ്ണൻ അർജുനനോട് ഈ പറയുന്ന അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. They continue that conversation. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. Chapter 12, chapter 9. 12ാം അധ്യായം 9ാം ശ്ലോകം. Bhagavad Gita 12:9. Invoke auspiciousness to first chant this mantra. Om Namo Bhagavate Vasudevaya. 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 Satam samadhatam. ചിത്തം സമാധാതും Nakshasnasemayastinam. Jastivagena tato. അഭ്യാസയോഗേന തതോ Taptam dhananjaya. മാമിച്ഛാപ്തും ധനഞ്ജയ. Jastiktam samadhatam. ചിത്തം സമാധാതും Nakshasnasemayastinam. ശക്നോഷി മയി സ്ഥിരം. Jastivagena tato. അഭ്യാസയോഗേന തതോ Taptam dhananjaya. മാമിച്ഛാപ്തും ധനഞ്ജയ. Samadhatam. ചിത്തം സമാധാതും ശക്നോഷി മയി സ്ഥിരം. Yogena tato. അഭ്യാസയോഗേന തതോ Taptam dhananjaya. മാമിച്ഛാപ്തും ധനഞ്ജയ. ചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം. അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. अदचित्तं समाधातुं ചിത്തം സമാധാതും न चोष्णसि मयि स्थिरं ശക്നോഷി മയി സ്ഥിരം. अभ्यासयोगेन ततो അഭ്യാസയോഗേന തതോ मामिच्छाप्तुं धनञ्जय മാമിച്ഛാപ്തും ധനഞ്ജയ.
चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मया चित्रं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय चित्तं समाधातुं अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मयि स्थिरं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय मामिच्छाप्तुं धनञ्जय चित्तं समाधातुं अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय Lady, Mataji. अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अतः चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय Sit therefore. चित्तं Mind. Samadhatum. To fix. Na. Shaknoshi. You're able. Mai. Unto me. Sthiram. Steadily. Yogena. Practice of devotional service. Then. Man. Me. Desire. Aptum. To get. Dhananjaya. A winner of wealth, Arjuna. Translation and purport by divine grace. Srila Prabhupada. Oh, my dear Arjuna, O winner of wealth, if you do not fix your mind upon me without deviation, and follow the regulated principles of Bhakti Yoga, in this way, develop a desire to attain purpose. In this verse, two different processes of Bhakti Yoga are revealed.
someone who actually developed an attachment for Krishna, the Supreme Personality of Godhead, by Ramnal love. And the other is one who has not developed an attachment for the Supreme Person by transcendental love. For the second class, there are different prescribed rules and regulations which follow, so ultimately elevated to the stage of attachment to Krishna. Bhakti Yoga is the purification of the senses. The present moment of material existence, the senses have always been pure, being engaged in sense gratification. But by the practice of Bhakti Yoga, these senses can become purified, and in a purified state they come directly in contact with the Supreme Lord. In this material existence, I may be engaged in some service as a master. I don't really longingly serve my master, I simply serve to get some money. The master also is not in love. He takes service from me and pays me, so there's no question of love. In spiritual life, one must be elevated to the pure state of love. That state of love can be achieved by practice of devotional service performed with the present senses. This love of God is now in a dormant state of everyone's heart, and there the love of God is manifested in different ways, but it is contaminated by material association. Now Maharaj, they purified the material matters of the material association, that dormant natural love for Krishna has to be revived, and that is the whole process. To practice the regulated principles of Bhakti Yoga, one should, under the guidance of an expert spiritual master, follow certain principles. One should rise early in the morning, take bath, enter the temple, and offer prayers and chant Hare Krishna, and collect flowers offered to the deity, put stuff to offer to the deity, take prasada, and so on. There are various rules and regulations that one should follow, and one should constantly hear Bhagavad Gita and Srimad Bhagavatam from pure devotees. This practice can help anyone rise to the level of God, and then ensure his progress into the spiritual kingdom of God. This practice of Bhakti Yoga, under the rules and regulations, the direction of the spiritual master will surely bring him to the stage of the love of God. വിവർത്തനം. പ്രിയപ്പെട്ട അർജുന, ധനത്തെ ജയിച്ചവൻ, എന്നിൽ മനസ്സുറപ്പിച്ച് നിർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് എന്നെ പ്രാപിക്കാനുള്ള ആഗ്രഹം വളർത്തുന്നു. ഭാവാർത്ഥം: ഭക്തിയോഗത്തിന് രണ്ട് വ്യത്യസ്ത പ്രക്രിയകൾ ഈ ശ്ലോകം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, പരമദിവ്യത്വ പുരുഷനായ കൃഷ്ണനിൽ ദിവ്യപ്രേമത്തോടെ യഥാർത്ഥമായ ആസക്തി വളർത്തിയിട്ടുള്ള ഒരാൾക്ക് യോജിച്ചതാണ്. അപ്രകാരം പരമപുരുഷനോട് ദിവ്യപ്രേമത്തോടുള്ള ആസക്തി ഉണർന്നു വരാത്തവർക്ക് യോജിച്ചതാണ് മറ്റേത്. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചില വിധിപൂർവകമായ നിബന്ധനകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അവ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ക്രമേണ കൃഷ്ണനിൽ ആസക്തി വളർന്നു വരും. ഭക്തിയോഗം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്ന് ഭൗതിക ജീവിതത്തിൽ സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ എപ്പോഴും അശുദ്ധങ്ങളാണ്. ഭക്തിയോഗം കൊണ്ട് അവയെ ശുദ്ധീകരിക്കാൻ കഴിയും. ശുദ്ധി വന്നാൽ അവയെ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യും. ഈ ഭൗതിക ലോകത്തിൽ നാം ഏതെങ്കിലും ഒരു യജമാനെ സേവിക്കുന്നുണ്ട് എങ്കിലും വാസ്തവത്തിൽ സ്നേഹത്തോടെ ആവില്ല, വെറും പണത്തിനു വേണ്ടിയാണ് ആ സേവനം. യജമാനുമില്ല സ്നേഹം. നമ്മുടെ സേവനം അയാൾ ഉപയോഗപ്പെടുത്തും, പകരം പണം തരും എന്ന് മാത്രം. സ്നേഹത്തിന്റെ പ്രശ്നമേ വരുന്നില്ല. ആത്മീയ ജീവിതത്തിലാകട്ടെ വിശുദ്ധ സ്നേഹത്തിന്റെ തലത്തിലേക്ക് ഉയരുക തന്നെ വേണം. ഇതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭക്തിപൂർവമായ സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആ തലത്തിലേക്ക് ഉയരാം. ഏതൊരാളുടെ ഹൃദയത്തിലും ഈശ്വരനോടുള്ള പ്രേമം ഉറങ്ങിക്കിടപ്പുണ്ട്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ അവ വെളിപ്പെടുത്തുന്നുമുണ്ട്. ഭൗതിക ബന്ധങ്ങളുടെ മാലിന്യം കൂട്ടിക്കാണുന്നു മാത്രം. ഭൗതിക ബന്ധമുള്ള മനസ്സിനെ ഇപ്പോൾ ശുദ്ധീകരിക്കുകയും ഉറങ്ങിക്കിടക്കുന്ന നൈസർഗ്യമായ കൃഷ്ണപ്രേമത്തെ ഉണർത്തുകയും വേണം. ഇതാണ് ഈ പ്രക്രിയ. ഭക്തിയോഗത്തിന്റെ വിധിപൂർവ്വ നിയമങ്ങൾ പരിശീലിക്കാൻ നിപുണനായ ആധ്യാത്മിക ആചാര്യന്റെ ഉപദേശമനുസരിച്ച് ദിനചര്യകൾ ചിട്ടപ്പെടുത്തണം. പ്രഭാതത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത ശേഷം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും വേണം. ഭഗവാന് അർപ്പിക്കാൻ വേണ്ടി പൂക്കൾ ശേഖരിക്കുകയും നിവേദ്യം തയ്യാറാക്കണം. പ്രസാദം ഭക്ഷിക്കണം. ഇങ്ങനെ ഭക്തൻ തുടർന്ന് ചെയ്യുന്ന നിയമനിബന്ധനകൾ പലതുമാണ്. ശുദ്ധ ഭക്തരിൽ നിന്ന് ഭാഗവതവും ഭഗവത്ഗീതയും തുടർച്ചയായി കേൾക്കണം. ഈ പരിശീലനം കൊണ്ട് ആർക്കും ഭഗവത് പ്രേമത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ കഴിയും. അങ്ങനെ ക്രമേണ ആത്മീയമായ ദൈവിക സാമ്രാജ്യത്തിലേക്കുള്ള അയാളുടെ മുന്നേറ്റം സുനിശ്ചിതമാണ്. ഇങ്ങനെ ആത്മീയാചാരന്റെ മേൽനോട്ടത്തിൽ വേണ്ടുന്ന നിയമനിബന്ധനകളോടെ ഭക്തിയോഗ പരിശീലനം ആദ്യം ഭഗവത് പ്രേമ തലത്തിലേക്ക് എത്തി.
Rupam Sagrajatam Stagama Ragamatam Vedam Tam Sanjeevam Sadaitam Savajutam Vadejana Sahitam Krishna Chaitanya Deva Shri Radha Krishna Param Sagana Vadita Shri Vishakam Vedam Sham Namo Vishnu Padaya Krishna Preshaya Bhutale Srimati Bhakti Vedanta Swami Namine Namaste Saraswati Devi Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshadarine. So, as Prabhupada is pointing out, we are still in the process of Bhakti Yoga. ശീല പ്രഭുപാദ് പറഞ്ഞു തരുന്നുണ്ട് രണ്ട് തരത്തിലുള്ള ഭക്തിയോഗ പ്രക്രിയകളുണ്ട്. There are those who are already fixed in Shantina love, ആരാണോ ഭഗവാനോട് ദിവ്യപ്രേമത്തിൽ മുഴുകിയിരിക്കുന്നവർക്ക് ഒരു പ്രക്രിയ, who totally attached to Krishna, അവരെ പൂർണ്ണമായി കൃഷ്ണനിൽ ബന്ധത്തിലാണ്. always feeling love for God in the heart with every minute, അവർക്ക് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ കാണാനായിട്ട് സാധിക്കുന്നവരാണ്. always thinking about Krishna, എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്, always talking about Krishna. എപ്പോഴും കൃഷ്ണനെ കുറിച്ച് സംസാരിക്കുന്നവരാണ്. Their mind is completely pure, no garbage in the അവരുടെ mind. അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് ശുദ്ധമാണ്, അതിനകത്ത് അഴുക്കുകളൊന്നുമില്ല. And those who are not so fixed, രണ്ടാമത്തെ ആൾക്കാര് നമ്മൾ പൂർണ്ണമായിട്ട് ഈശ്വരാപേദത്തിലല്ല. they follow regular principles. അങ്ങനെയുള്ളവർക്കാണ് യമനിയമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. Just like with our body, we have healthy state and unhealthy state. നമ്മുടെ ശരീരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ശരീരത്തിൽ നല്ല ആരോഗ്യം കാണും, ചിലപ്പോൾ ആരോഗ്യമില്ലാത്ത അവസ്ഥ When കാണും. you're healthy, you don't need any medicine. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നിന്റെ ആവശ്യമില്ല. But if you're sick, you got to take medicine. പക്ഷെ നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ആവശ്യമാണ്. So spiritually, we are all sick. ആധ്യാത്മികപരമായിട്ട് നമ്മൾ പലരും അസുഖബാധിതരാണ്. And Srila Prabhupada is the doctor. ശീല പ്രഭുപാദാണ് നമ്മുടെ വൈദ്യൻ. He's telling us the medicine we have to take. ശീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരികയാണ് എന്ത് മരുന്ന് കഴിച്ചാൽ ഭേദമാകും. This is described in great detail in the Nectar Devotion. ഈ ശീല പ്രഭുപാദിന്റെ ഈ ഒരു മാർഗം ഭക്തി രസാമൃത സിന്ധുവിൽ വളരെ വിശദമായി പറഞ്ഞു തരുന്നു. Papa just hits on a few high points here in this verse. ശീല പ്രഭുപാദ് അതിലെ മികച്ച കുറച്ച് കാര്യങ്ങൾ ഈ ഭാവാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. Take the guidance of the spiritual master. ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക, You take shelter, then you can initiate my hand. അദ്ദേഹത്തിനെ ശരണം പ്രാപിക്കുക, അദ്ദേഹത്തിന് ദീക്ഷ നേടുക. You rise early in the morning, you take your bath, നമ്മൾ രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, you come to the temple. ക്ഷേത്രത്തിലേക്ക് വരിക. If possible, come to the temple here from Mangalarti. പറ്റുമെങ്കിൽ എല്ലാവരും മംഗളാരതിക്ക് രാവിലെ ക്ഷേത്രത്തിൽ വരിക. These are very wonderful Krishna Balaram. നമുക്കിവിടെ വളരെ മനോഹരമായ കൃഷ്ണ ബലരാം ഗോവിന്ദായി ഉണ്ട്. If you cannot, then you have Mangalarti in your home. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ മംഗളാരതി ചെയ്യുക, 4:30 a.m. 4:30 ചെയ്യുക. And then you bring flowers off the deity, cook for the deity. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പൂക്കൾ കൊണ്ടുവരിക, ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യുക, Associate with devotees. ഭക്തന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. It is said that man is a social creature. പറയാറുണ്ട് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. We are not loners by nature. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കേണ്ട വ്യക്തികളല്ല. We always want to associate with someone. നമുക്ക് ആരോടെങ്കിലും സംഘം വേണം എന്ന് ആഗ്രഹമുണ്ട്. So we should fix up our association with devotees. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹത്തെ ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിൽ ഉറപ്പിക്കുക. When associate, you don't fix yourself up associated with devotees. You fix up associated with non-devotees. നമ്മൾ ഭക്തന്മാരുമായിട്ട് ആ സംഘം ഉറപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അഭക്തന്മാരുമായിട്ട് സംഘത്തിൽ ഏർപ്പെട്ടു. We have this nice Krishna temple here. നമുക്കിവിടെ മനോഹരമായ ഡിസ്കോൺ ക്ഷേത്രം ഇവിടെയുണ്ട്. As much as possible, participate in the activities of this temple. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി പങ്കുചേരണം. This temple is like an oasis in the desert. ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമിയിലെ ഒരു മരീചിക പോലെയാണ്. The vast desert of Trivandrum, there's all kinds of nonsense going on. ഈ തിരുവനന്തപുരത്ത് ഒരുപാട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. The sex, അവിഹിതമായ ബന്ധങ്ങൾ, VDD,
മാംസാഹാരം, intoxication, ലഹരി ഉപയോഗിക്കൽ, the lottery, ഗാംബ്ലിംഗ്, ലോട്ടറി, ഇതൊക്കെ buying the lottery ticket. എല്ലാവരും ലോട്ടറി മേടിക്കും. What is the latest prize? How many crores? 10 crores. 10 crores. Don't have money, I made dubbing. So this way they completely lost in the quagmire of illusion. ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെട്ട് മായയിൽ അടിമപ്പെട്ട് ജീവിക്കുകയാണ്. Completely entangled in the modes of nature. എല്ലാവരും ഈ ത്രിഗുണങ്ങളിൽ ബന്ധനസ്ഥനായിട്ടിരിക്കുകയാണ്. 3 modes. 3 ഗുണങ്ങൾ. Just like in a rope, they take 3 strands and they put them together. നമ്മളൊരു കയറുണ്ടാക്കണമെങ്കിൽ 3 അതിന്റെ സ്ട്രാൻഡ് എടുത്ത് അത് പിരിച്ചൊരു കയറുണ്ടാക്കുന്ന പോലെ. This word guna also means rope. ഗുണ എന്ന വാക്കിന് കയറെന്നും അർത്ഥമുണ്ട്. So this rope with 3 strands is very strong. 3 ഇതെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറായിരിക്കും. So with Krishna consciousness, കൃഷ്ണബോധം കൊണ്ട് we get the sword of transcendental knowledge. നമുക്ക് ആധ്യാത്മിക അറിവിന്റെ കത്തി നമ്മുടെ It's കയ്യിലുണ്ടാവും. a very sharp sword. ഇതിന് വളരെ മൂർച്ചയാണ്. You can cut through that knowledge. നമുക്ക് ആ ഒരു ത്രിഗുണങ്ങളെ മുറിച്ചു മാറ്റാൻ സാധിക്കും. I take a shot of Lord Chaitanya Mahaprabhu. ചൈതന്യ മഹാപ്രഭുവിനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞു. To take full advantage of this wonderful temple here, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രം, മനോഹരമായ ക്ഷേത്രത്തിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. Tulsi Busha is that's very, very sweet. ഇവിടെ തുളസിയാരതിയുണ്ട്, അത് വളരെ മനോഹരമാണ്. Guru Pusha by Srila Prabhupada. ശീല പ്രഭുപാദിനുള്ള ഗുരുപൂജ വളരെ The മനോഹരമാണ്. meeting of the deities, very wonderful morning program. ഭഗവാന്റെ ദർശനാർത്ഥി വളരെ മനോഹരമാണ്. I'm very fortunate tonight. നിങ്ങളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്താണ് ഇത്രയും മനോഹരമായ ക്ഷേത്രങ്ങളുള്ളത്. These are not simply deities. ഇത് വെറും വിഗ്രഹങ്ങൾ മാത്രമാണ്. Krishna and Balram are actually personally here. കൃഷ്ണ ബലരാം യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിലുണ്ട്. Krishna and Gauranga are actually here. They don't think they're just deities. They're actually here. ശ്രീ ഗോവിന്ദായും ഇവിടെയുണ്ട്. നമ്മളത് വെറും വിഗ്രഹങ്ങൾ ചിന്തിക്കരുത്. Can you imagine getting associated with Krishna Balram? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് കൃഷ്ണ ബലരാമായിട്ട് നേരിട്ട് സമ്പർക്കം Shri പുലർത്തുന്ന Gauranga. ശ്രീ ഗോവിന്ദായിട്ട് സമ്പർക്കം See them and for your very heart. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാൻ പറ്റുമെന്ന് They ചിന്തിക്കാൻ പറ്റും. sing to their pleasure. Sing to their pleasure. അവരുടെ ആനന്ദത്തിന് വേണ്ടി നമുക്ക് പാടാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. Dance to their pleasure. അവരുടെ ആനന്ദത്തിൽ To bow down to them and bring gifts to them. അവരെ നമസ്കരിക്കാം, അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാം. What a wonderful, wonderful, wonderful opportunity. നമുക്ക് എന്ത് മനോഹരമായ അവസരമാണ് കൈവന്നിരിക്കുന്നത്. Prabhupada is also personally here. ശീല പ്രഭുപാദം വ്യക്തിപരമായി ഈ ക്ഷേത്രത്തിലുണ്ട്. Do not think that Prabhupada is dead and gone. ആരും വിചാരിക്കല്ല ശീല പ്രഭുപാദം മരിച്ച് ഇവിടുന്ന് പോയി. He only appeared to disappear. നമുക്ക് തോന്നുന്നതാണ് പ്രഭുപാദം ഇവിടുന്ന് പോയി. Prabhupada actually did not leave. പ്രഭുപാദം യഥാർത്ഥത്തിൽ പോയിട്ടില്ല. He's there with us right now. പ്രഭുപാദം ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. We can have his darshan right now. ശീല പ്രഭുപാദിന്റെ ദർശനം നമുക്ക് എടുക്കാൻ പറ്റും. He can bless us with his mercy right now. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ അദ്ദേഹം അനുഗ്രഹിക്കുന്നു. That's why you're trying to think about him, try to speak about him, try to act in a way that pleases him. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രഭുപാദിനെ കുറിച്ച് ചിന്തിക്കണം. പ്രഭുപാദ് പറയുന്ന കാര്യങ്ങൾ ഓർക്കണം, Just as സംസാരിക്കണം. right here, right now, as he was when he ശീല പ്രഭുപാദ് ഈ സ്ഥലത്ത് ഈ സന്ദർഭത്തിൽ 1965 when he came to New York City. 1965 ന്യൂയോർക്ക് സിറ്റിയിൽ വന്നതുപോലെ പ്രഭുപാദ് ഇവിടെയും നമ്മുടെ കൂടെയുണ്ട്. The process is not difficult. ഈ ഒരു പദ്ധതി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. We may think it's difficult. നമുക്ക് ചിന്തിക്കും ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന്. That is our lack of understanding. നമ്മുടെ ധാരണ തെറ്റായതുകൊണ്ടാണ്. ഈ പദ്ധതി വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. Simply getting back to who you actually are. ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിരുന്നോ അതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. If I ask you this, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. would you like to know who you are? നമ്മൾ ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയാൻ നമുക്ക് ആഗ്രഹമില്ലേ? Would anybody object? ആർക്കെങ്കിലും അതിലൊരു എതിർപ്പുണ്ടോ? No, I don't want to know who I am. എനിക്ക് ഞാൻ ആരാണെന്ന് അറിയണ്ടെന്ന് ആരെങ്കിലും Would ചിന്തിക്കുന്നുണ്ടോ? anyone object? ആരെങ്കിലും അതിന് എതിർക്കുന്നുണ്ടോ? My dear sir, my dear lady, I would like to tell you who I am. എന്റെ പ്രിയപ്പെട്ട പ്രഭുസ് മാതാജി, ഞാൻ പറയാണ്. And once I've told you who you are, would you like to learn how to be who you are? അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ എങ്ങനെ അങ്ങനെ ആകണം നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും.
That's all we really said. അത് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. Our message in the Krishna consciousness movement to the suffering world is very simple. ഈ ബദ്ധ ജീവാത്മാക്കളോട് കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ വാക്ക് ഇത്രമേ ഉള്ളൂ. Simply want to tell them who they are and how to be who they are. നമ്മൾ അവരോട് പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്, അതിൽ തന്നെ അങ്ങനെ തന്നെ ആകൂ എന്ന് മാത്രം. ഇതാണ് നമ്മുടെ മെസ്സേജ്. We're not imposing anything on the Krishna. നമ്മൾ എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. There's a nice symbol given in Prabhupada's book. ചില പ്രഭുപാദിന്റെ പുസ്തകത്തിൽ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. There's one man, he went to an astrologer. ഒരു ആള് ഒരു ആസ്ട്രോളജറിന്റെ അടുത്ത് പോയി, ജ്യോതിഷിയുടെ അടുത്ത് പോയി. I'm a very poor man. I have no money. I'm very poor. Please guide me if I can do. ആ ജ്യോതിഷിയുടെ അടുത്ത് നിന്നിട്ട് എനിക്ക് ഒട്ടും പണമോ ധനമോ ഒന്നുമില്ല, എന്നെ ഗൈഡ് ചെയ്ത് തരണേന്ന് പറഞ്ഞു. And he's telling me, was a man. ആസ്ട്രോളജർ നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. You're not a poor man. You're not that good in there. അപ്പൊ അയാൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങളൊരു കോടീശ്വരനാണല്ലോ, But you don't know where your treasure is. പക്ഷെ അങ്ങക്ക് എവിടെ അങ്ങയുടെ കോടികൾ ഇരിക്കുന്നതെന്ന് അറിയുന്നില്ല. He said, yes, my dear astrologer, my father died in a very distant place. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛൻ ഒരുപാട് ദൂരെയുള്ള സ്ഥലത്ത് വെച്ചാ മരിച്ചത്. My dear sir, I will tell you where to dig to get your treasure and dig the dollars. അപ്പൊ ജ്യോതിഷി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ആ സ്വത്തുകൾ കുഴിച്ചിട്ടുണ്ട്, എവിടെ കുഴിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. By your house? നമ്മുടെ വീട്ടിനകത്ത് തന്നെയുണ്ട്. But don't dig in the north side. പക്ഷെ ആ പടിഞ്ഞാറുള്ള സ്ഥലം, That's where the yogis go for their വടക്കുള്ള സ്ഥലത്ത് കുഴിക്കും. yoga. യോഗികൾ പോകുന്ന സ്ഥലമാണ്. Don't go on the western side, പടിഞ്ഞാറ് സ്ഥലത്ത് കുഴിക്കും. where the mental speculators are, mental speculation. മാനസിക ഊഹാപോഹങ്ങൾ നടത്തുന്ന വ്യക്തികൾ അവിടെയുണ്ട്. Don't go on the southern side for Vedic rituals. തെക്കുള്ള സ്ഥലത്ത് Go to the eastern side of Bhakti Yoga. Never you find that. കിഴക്കുള്ള സ്ഥലത്ത് പോവാം, അവിടെയാണ് ഭക്തിയുള്ളത്. It's a very nice symbol. നല്ലൊരു ഉദാഹരണമാണ്. Don't waste your time doing Vedic rituals for material advancement. ഭൗതികമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ ഈ ഭൗതിക യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Not waste your time in mental speculation. വെറുതെ മാനസിക ഊഹാപോഹങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. Trying to become a powerful mystic yogi. വലിയൊരു യോഗിയാവാനും ശ്രമിക്കേണ്ട ആവശ്യമില്ല. Don't waste ഇതിനൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. foolishness. ഇതൊക്കെ മണ്ടത്തരമാണ്. Something go on the eastern side of Bhakti Yoga. കിഴക്ക് പക്ഷത്തേക്ക് പോവാം, അവിടെ ഭക്തിയോഗമാണ്. There you achieve the ultimate wealth. അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായ By സമ്പാദ്യം, reviving your lost loving relationship to Krishna. അതുവഴി നമുക്ക് കൃഷ്ണനുമായിട്ടുള്ള നമ്മുടെ The ബന്ധത്തെ source of all കണ്ടെത്താം. existence. അതുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. Come back to being who you actually are. നമ്മൾ അതാവാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുകയും And ചെയ്യുന്നത്. unlimited happiness will be yours. നമുക്ക് അപ്പൊ അത്രയും സന്തോഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. Anybody have any questions? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Yes. What if I think I have Srila Prabhupada books and I can practice from home? Like, will it help? പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ബുക്സ് ഉണ്ട്, എനിക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മതിയോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഗുരുദേവ് പറഞ്ഞു, ബുക്സിൽ പറയുന്നുണ്ട് ടെമ്പിളിലേക്ക് വരണം. ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നു. ഭക്തിരസാമൃത സിന്ധുവില് ക്ഷേത്ര ആരാധനയെ കുറിച്ചാണ് പൂർണ്ണമായി പറയുന്നത്. ഭക്തിരസാമൃത സിന്ധു വായിച്ചു അറിയാമില്ല എന്താ പറയുന്നത്. ശീല പ്രഭുപാദിന്റെ പുസ്തകം പാലിക്കണം. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലാണ്. എല്ലാവർക്കും തൃപ്തിയായ ചോദ്യങ്ങളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ പദ്ധതി ശരി The listener is so strong, then we won't be able to remember all these instructions in a flow. So, how to overcome the destination and these instructions. material desires are so strong, material desires are so strong, Yeah. so we cannot
ഭൗതിക ആഗ്രഹങ്ങൾ അത്രയും ശക്തമാണ്. അപ്പൊ ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കുറച്ചു നേരം ഓർക്കത്തുള്ളൂ, പിന്നെ മറന്നുപോകും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാം പുതുഭക്തരാണ് എന്നുള്ള കാര്യമാണ് ഇത് പറയുന്നത്. Sometimes we as neophytes, our material desires drown our spiritual desires. പലപ്പോഴും Powerful. പുതുഭക്തരായ നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ ആഗ്രഹങ്ങളെ മുക്കിക്കളയാറുണ്ട്. We find ourselves in a very embarrassing, unhappy position of being servants of our senses. അപ്പൊ നമ്മള് പിന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ മോശമായ ഒരു ഭൗതിക ആഗ്രഹങ്ങളുടെ പുറകെയാണല്ലോ ഞാൻ പോയെന്ന് ചിന്തിക്കുകയും ചെയ്യും. It's like a little kid learning how to walk. ഒരു കൊച്ചുകുട്ടി നടക്കുന്നത് പോലെ Trying to get up and he falls down. കുറച്ചു നേരം നടക്കും, വീണു പോകും. Come on, I'll bet you can do it. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാം. Try again. Try again. എഴുന്നേക്ക് And finally one day he walked without falling. കുറെ നാൾ കഴിയുമ്പോൾ അമിത് നല്ലപോലെ നടക്കും. So the Vaishnavas are there, the spiritual master is there. അതുകൊണ്ട് നമുക്ക് ചുറ്റും ഭക്തന്മാരുണ്ട്, ആധ്യാത്മികാചാര്യനുണ്ട്. Even though everybody has difficulty, he gets overwhelmed by his senses. ഒരു ഭക്തന് തന്റെ ഇന്ദ്രിയങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ The പോലും spiritual master is there encouraging, yes, you can do it, you can conquer those senses. ആധ്യാത്മികാചാര്യൻ നമ്മളെ പ്രോത്സാഹിക്കും, നമുക്ക് എൻകറേജ്മെന്റ് തരും. നമുക്ക് The ഇന്ദ്രിയങ്ങൾ devotees are also there, yes, you can conquer your senses. ഭക്തന്മാര് നമ്മൾ പറഞ്ഞു തരും ഇതെങ്ങനെ ഇതിൽ നിന്ന് ജയിച്ചു വരാം. So in this way, by practice, ഇത് പരിശീലനം കൊണ്ട് you become perfect. പെർഫെക്റ്റ് ആവും. There's even a saying like that ഇത് പഴഞ്ചൊല്ലുണ്ട്, in America, practice makes perfect. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. Now I'm imperfect. അപ്പൊ നമ്മള് പരിപൂർണരാണ്. Even in Madonna playing, you have a good Madonna player. മൃദംഗം പ്ലേ ചെയ്യുന്നു. In the beginning, you couldn't play very nice, തുടക്കത്തില് ഇത്രയും നല്ലൊരു and horrible. But you practice and you can make it. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എക്സ്പെർട്ട് ആണ്. The same thing about the yoga. ഭക്തിയോഗ അതേപോലെയാണ്. Beginning the material desires keep overwhelming. തുടക്കത്തില് ഭൗതികാഗ്രഹങ്ങൾ ഒരുപാട് നമ്മുടെ You keep ചുറ്റുമുണ്ട്. practicing, finally one day you become expert at the പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നാള് ഒരു പരിശുദ്ധ beginning we ഭക്തനായി. go down servants of our senses. തുടക്കത്തിൽ നമ്മൾ എപ്പോഴും ഇന്ദ്രിയങ്ങളുടെ ദാസനായിരിക്കും. But practice gradually becomes Goswami master. പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഗോസ്വാമിമാരായി മാറും. Beginning we're 99% Godas, 1% Goswami. തുടക്കത്തിൽ നമ്മൾ 99% ഗോദാസന്മാരും 1% മാത്രമായിരിക്കും ഗോസ്വാമി. 98% Godas, പിന്നെ 98ലേക്ക് വരും. 2% Goswami. 2% ഗോസ്വാമിയാണ്. And this way gradually reach that point of 100%. അങ്ങനെ നമ്മള് 100% ഗോസ്വാമിമാരായിട്ട് മാറും. And then Rupa Goswami says, then you can just make disciples all over the world. അങ്ങനെ 100% ഒരു ഗോസ്വാമിയായി മാറിക്കഴിഞ്ഞാൽ രൂപ ഗോസ്വാമി പറഞ്ഞു അങ്ങനെ ഒരു വ്യക്തിക്ക് ലോകം മുഴുവൻ ശിഷ്യനെ Gotta keep practicing. പ്രാക്ടീസ് ചെയ്യുക. In സ്റ്റഡി spite of all fall downs and difficulties, just keep practicing. എത്ര ഫാൾ ഡൗൺ ഉണ്ട്, എത്ര ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിലും പ്രാക്ടീസ് And you ചെയ്യുക. come out of the fog of material sense gratification. ഭൗതിക ഇന്ദ്രിയ തൃപ്തിയുടെ ആ ഒരു മൂടൽ മഞ്ഞിൽ നിന്ന് പുറത്തു വരും. Beautiful sunlight of Krishna consciousness. കൃഷ്ണഭക്തിയുടെ ഉദിച്ചു വരുന്ന സൂര്യനിലേക്ക് നമുക്ക് വരാം. Is that it? Anything else? Yeah. When senior devotees give instructions for my benefit, sometimes I think that they are interfering with my personal choice due to my ego. Interfering with what? Personal choice. Personal choice. Personal choice. Personal choice. Personal choice. Choice. So this is because of my ego. And in devotional service, it is very difficult with this mentality. How to get rid of this mentality? എന്ന് പറഞ്ഞാല് ഒരു നമ്മള് മുതിർന്ന ഭക്തന്മാര് ചിലപ്പോ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ഭാവത്തിനെ എങ്ങനെ ജയിക്കാൻ പറ്റും? So one senior devotee gives you advice. ഒരു മുതിർന്ന ഭക്തൻ നമുക്ക് ഒരു നിർദ്ദേശം നൽകി, Another senior devotee gives you different advice. മറ്റൊരു മുതിർന്ന ഭക്തൻ മറ്റൊരു നിർദ്ദേശം നൽകിയത്. Does that happen sometimes too? ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. Then how do you know what to do? അപ്പൊ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല. When you say personal choice, what does that mean? വ്യക്തിപരമായിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? I may not like to do what they say or give instructions.
so many different advices that one difficulty. That might have a Diksha Guru. ഒരുപാട് Authority. ഒരുപാട് ഇതുണ്ടെങ്കിൽ നമുക്ക് ദീക്ഷാഗുരു ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹമാണ് നമ്മുടെ ഫൈനൽ അതോറിറ്റി. He's the final authority. അതാണ് So you discipline, ask your Diksha Guru. പല നിർദ്ദേശങ്ങളും വരുന്നത് നമ്മൾ ആധ്യാത്മികാചാര്യനോട് ചോദിച്ചാൽ He's your final authority. അദ്ദേഹമാണ് നമ്മുടെ So if your Diksha Guru is still alive on this planet, take advantage of it. ദീക്ഷഗുരു നമ്മുടെ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം Because ചെയ്യണം. someday he'll be gone. കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോകും. Like Baba is gone. ഇല പ്രഭുപാദ് പോയതുപോലെ Someday your Diksha Guru will also be gone. നമ്മുടെ ഓരോരുത്തരുടെയും ദീക്ഷഗുരുവും പോകും. Well, he's still available. അദ്ദേഹം ഇപ്പോഴുള്ള സമയത്ത് അദ്ദേഹത്തിനോട് ചോദിക്കും. And he can make it very clear what the problem is. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമായി നമുക്ക് പറഞ്ഞു. Guru instruction is supposed to interfere with the managerial Oh, Diksha Guru is the manager of the ദീക്ഷാഗുരുവിന്റെ നിർദ്ദേശങ്ങൾ ക്ഷേത്രത്തിന്റെ മാനേജ്മെന്റ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുമോ വന്നാൽ എന്താണ്? We call it in this kind of parallel lines of authority. ഇസ്കോണിൽ അതിനെ പാരലൽ ലൈൻസ് ഓഫ് അതോറിറ്റീസ് എന്നാണ് പറയുന്നത്. So that the Diksha Guru then he should know what you have authority structure is kind of GBC, നമുക്ക് ഇസ്കോണില് ഒരു അതോറിറ്റി സ്ട്രക്ചർ ഉണ്ട്. അതായത് GBC ഉണ്ട്, അതിന്റെ താഴെ ടെമ്പിൾ പ്രസിഡന്റ്. department head. So the Diksha Guru he should know what the managerial authorities are saying. അപ്പം ദീക്ഷഗുരു മനസ്സിലാക്കണം എന്താണ് ഈ മാനേജീരിയൽ അതോറിറ്റീസ് അവർക്ക് നിർദ്ദേശം So കൊടുത്തിരുന്നത്. there's no conflict. അപ്പൊ അത് മനസ്സിലാക്കി ദീക്ഷഗുരു നിർദ്ദേശം കൊടുക്കുമ്പോൾ കോൺഫ്ലിക്ട് ഉണ്ടാവും. Now what Prabhupada told me, ശീല പ്രഭുപാദ് എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. he told me to do whatever the temple authorities said to do. ശീല പ്രഭുപാദ് എന്നോട് പറഞ്ഞു ടെമ്പിൾ അതോറിറ്റീസ് നിന്നോട് എന്താണ് പറയുന്നത് അത് നീ ചെയ്യുക. So I knew that by following the temple authorities, അതുകൊണ്ട് എനിക്ക് അറിയാം ടെമ്പിൾ അതോറിറ്റീസിനെ ഫോളോ ചെയ്താൽ I was pleasing Prabhupada. ഞാൻ ശീല പ്രഭുപാദിനെ പ്ലീസ് ചെയ്യുന്നു. So there should be a harmony between the managerial authorities and the spiritual authorities. There should be a harmony. അതുകൊണ്ട് ദീക്ഷാഗുരുക്കന്മാരും മാനേജറിയൽ അതോറിറ്റീസും തമ്മിലൊരു ഒത്തൊരുമ എപ്പോഴും ആവശ്യമാണ്. And the conflict we should tell the spiritual master. അപ്പൊ അത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ആധ്യാത്മിക ഗുരുവിനോട് സംസാരിക്കാം. I know I had an experience one time as a young brahmachari. ഞാൻ ഒരു ബ്രഹ്മചാരിയായിരുന്ന സമയത്ത് എനിക്ക് We had a അനുഭവം conflict between the temple president and the GPC. They took two different things. ഒരു ടെമ്പിൾ പ്രസിഡന്റും GBCയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. Vishnujana Swami headed our temple authority. ജനസ്വാമി ടെമ്പിൾ അതോറിറ്റി ആയിരുന്നു. He left from Austin, Texas to go to California to the Rath Yatra to do his Prabhupada. അത് Everything's getting distracted here. Let's hold it until everything's settled down. Without distraction. I can sit down, everybody's attention to go here, so we don't have anything. When everything gets settled down, I'll begin. Okay. So there was two authorities. One was Vishnujana Swami with my Diksha Guru, and the GBC was saying a different thing. അപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എന്റെ ഒരു ശിക്ഷാ ഗുരു വിഷ്ണുജനസ്വാമിയാണ്. പിന്നെ GBC ഉണ്ട് മാനേജർ. What to do with this conflict? അപ്പൊ രണ്ടുപേരും രണ്ട് നിർദ്ദേശം എനിക്ക് നൽകി. Vishnujana Swami said, come to Rath Yatra. വിഷ്ണുജനസ്വാമി എന്നോട് പറഞ്ഞു രഥയാത്രയിൽ വരാൻ. GBC said, no, don't go to Rath Yatra. GBC പറഞ്ഞു രഥയാത്രയിൽ പോകണ്ട. So what to do? ഞാൻ എന്ത് ചെയ്യും? The Vishnujana Swami got on the phone, he told the GBC, you gotta let him come. ഇപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ വിഷ്ണുജനസ്വാമി ഫോൺ എടുത്തിട്ട് GBC വിളിച്ചിട്ട് My അവരെ sister വിടാൻ told the GBC, you gotta let him come, and GBC explained to the Diksha Guru. അപ്പൊ GBC അത് സമ്മതിക്കുകയും അത് എനിക്ക് പോകാൻ പറ്റുകയും ചെയ്തു. So there's some kind of conflict. അപ്പൊ പരസ്പരം വിരുദ്ധമായ എന്തെങ്കിലും We should സംഭവിച്ചില്ല. let the authorities know so they can work it out. അപ്പൊ നമ്മൾ നമ്മുടെ മുതിർന്ന അതോറിറ്റീസ് അത് മനസ്സിലാക്കി അവർക്കത് തീരുമാനം എടുക്കാൻ പറ്റും. That was my experience. അതാണ് എന്റെ എക്സ്പീരിയൻസ്.
They should be all, everything should be nicely balanced, nice and harmonious. എല്ലാം ഒരു ബാലൻസിൽ വേണം പോകാനായിട്ട്. ഒത്തിരി It's like the guitar player is going too fast. കർത്താള് വളരെ ഫാസ്റ്റ് ആയിരുന്നു. And I stopped the kirtan. കീർത്തൻ നിർത്തി. And I corrected it. Then he was nice, very nicely after that. നിർത്തിയതിനു ശേഷം വളരെ നല്ല രീതിയിൽ കർത്താവ് പ്ലേ ചെയ്തു. So if there's some conflict, you have to say something about it. എന്തെങ്കിലും പരസ്പര വിരുദ്ധമായിട്ട് കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും സംസാരിക്കണം. Anything you work out. നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. You can always actually myself actually some conflict. നമുക്ക് എപ്പോഴും ആധ്യാത്മിക ഗുരുവിനോട് സംസാരിക്കാൻ സാധിക്കും. Will not be difficult. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുകൾ Does ഉണ്ടാവും. that help you understand? Okay. Anything else? I want to say something. Yeah. She said about false ego. Why should we have false ego in devotional service? I said preference, she didn't say false ego. Why did you say that? Said false ego? All the false ego. I missed that. Okay. False ego has to be given up. നിത്യ ഞാനെന്ന ഭാവം നമ്മൾ ആ കളയേണ്ടതുണ്ട്. False ego means I am the center of everything. നിത്യ അഹങ്കാരം എന്ന് പറഞ്ഞാല് ഈ എല്ലാ സേവനങ്ങളുടെയും സെന്റർ ഞാനാണെന്നുള്ള ചിന്താഗതിയാണ്. Everything should be for my pleasure. ഇതെല്ലാം ഞാൻ ഈ കാര്യം ചെയ്യുന്നതെല്ലാം എന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് That's ചിന്തിക്കുന്നത്. called the false ego. അതിനെയാണ് മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത്. But the real ego means everything I am serving Krishna. അപ്പൊ യഥാർത്ഥ ഈഗോ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഞാൻ Everything is for സേവകനാണ്. his pleasure. That's the real ഞാൻ ego. കൃഷ്ണന്റെ സന്തോഷത്തിനാണ് പ്രവർത്തിക്കുന്നത്. Anything else? Yeah. Wonderful session. How to develop my mentality from the service mode to loving devotional service. Now I'm doing service, but sometimes it's not to the Prabhupada standard loving devotional service. It's my duty. Today is my duty. I need to do it. How to develop my consciousness in service, loving out of love. How to develop? Are you going to hear back from you? Yes. പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പല സേവനങ്ങളും ഞാനൊരു എന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എനിക്ക് അസൈൻ ചെയ്തു തന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ എനിക്ക് ആ സ്നേഹത്തോടെ ആ രീതിയിലുള്ള സേവനം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിലേക്ക് എങ്ങനെ എനിക്ക് വരാൻ പറ്റും? Right now we're serving, but we're not serving them with a pure back. ഇപ്പൊ നമ്മൾ സേവനം ചെയ്യുന്നുണ്ട്, പക്ഷെ പരിശുദ്ധ ഭക്തിയുടെ തലത്തിലല്ല. How to come out of pure back? എങ്ങനെ ആ പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് വരും? It's like we're chanting, but our chanting is not Shuddhanam, it's still Namaprabhu. ജപത്തിന്റെ ഉദാഹരണം പോലെ നമ്മള് ശുദ്ധനാമം അല്ല, നാമാഭാസം, നാമാപരാധം. എങ്ങനെ പരിശുദ്ധ നാമത്തിലേക്ക് വരാം? We have to beg for it. നമ്മൾ അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം. And Lord Nityananda will help us. നിത്യാനന്ദ പ്രഭു നമ്മളെ യഥാർത്ഥത്തിൽ ഹെൽപ്പ് ചെയ്യും. You know that bhajan? ഒരു ഭജനുണ്ട്, മാർക്കറ്റ് പ്ലേസ് ഓഫ് ദ ഹോളി നെയിം. You can beg Lord Nityananda നമുക്ക് നിത്യാനന്ദ പ്രഭുവിനോട് അപേക്ഷിക്കാം for Shuddhanam. ശുദ്ധനാമത്തിന് വേണ്ടി. And Bhaktivinoda will help you. ഭക്തി വിനോദ് ഠാക്കൂറും നമ്മളെ ഹെൽപ്പ് ചെയ്യും. That one bhajan is very helpful. ആ ഭജൻ നമുക്ക് വളരെയധികം സഹായിക്കും Developing that good pure ആ പരിശുദ്ധ ഭക്തി കിട്ടാനായി. Find a way to get Bhaktivinoda's help to Bhagavatananda and get Shuddhanam. ഈ ഭജൻ നമ്മളെ വളരെയധികം സഹായിക്കും. നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് അപേക്ഷിക്കാം. അപ്പോൾ നമ്മളെ സഹായിക്കാൻ ഭക്തി വിനോദ് ഠാക്കൂർ മഹാരാജും ഉണ്ടാവും. But actually, just by chanting Hare Krishna, പക്ഷെ ഹരേ കൃഷ്ണ ജപിച്ചാൽ തന്നെ that name which is not yet pure, നാം ഒരിക്കലും അതിനെ കണ്ടാക്ട്. right now we're in between Namaprabhu and Shuddhanam. ഇപ്പൊ നമ്മൾ നാമാപരാധ ശുദ്ധനാമത്തിന്റെ ഇടയ്ക്കാണ്, ക്ലീനിങ് സ്റ്റേജാണ്. The offenses are being cleared off, but they're not completely cleared off yet. നമ്മുടെ ഉള്ളിലുള്ള അപരാധങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായി പോയിട്ടില്ല. We try carefully to avoid the 10 offenses. അപ്പൊ നമ്മൾ ശ്രദ്ധാപൂർവ്വം ഈ 10 അപരാധങ്ങൾ ഒഴിവാക്കിയാൽ, We focus on the name. നമ്മൾ നാമത്തിനെ ശ്രദ്ധിച്ചാൽ Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare. Every day we try to chant clearly the name. ഓരോ ദിവസവും നമ്മൾ ശുദ്ധമായിട്ട് ആ നാമം ജപിക്കാൻ ശ്രമിക്കും. The names themselves have purified both ആ
നാമത്തിന് തന്നെ നമ്മളെ പരിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. Even though I'm chanting right now is not pure, ഇപ്പോഴും നമ്മുടെ ജപം പരിശുദ്ധമല്ലെങ്കിൽ പോലും we continue to chant for the power of the name that impure chanting becomes pure chanting. നമ്മൾ അത് തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഇമ്പ്യൂർ ജപം അത് പ്യുവറായിട്ട് മാറും. Another thing, how this better. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ അതിനുവേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. The chanting of our Krishna, we're begging for pure bhakti. ജപം എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധ ഭക്തിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. We can also pray for it also. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. My dear spiritual master, my dear spiritual Papa, please bless me with pure bhakti. എന്റെ പ്രിയപ്പെട്ട ദീക്ഷാഗുരു, എന്റെ പ്രിയപ്പെട്ട ശീല പ്രഭുപാദ് എനിക്ക് പരിശുദ്ധ ഭക്തി നൽകണമെന്ന് It's പ്രാർത്ഥിക്കുന്നു. like Prabhupada told me, all material desires is zero. ശീല പ്രഭുപാദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, എല്ലാ ഭൗതികാഗ്രഹങ്ങളും പൂജ്യമാക്കണം. Again and again and again, I beg him, Prabhupada, I can't do it on my own, but I'm begging your mercy. By your mercy only can all my material desires become zero. So please bless me, Prabhupada. I come to that level, all my material desires is zero. ആ നിർദ്ദേശം എനിക്ക് നൽകിയിട്ടുണ്ട് ശീല പ്രഭു. പക്ഷെ എനിക്കിപ്പോഴും അത് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രഭുപാദിനോട് പ്രാർത്ഥിക്കും, എനിക്ക് ആ പരിശുദ്ധ ഭക്തി നൽകണമേ. So many prayers we can sing, so many bhajans we can sing. ഒരുപാട് ഭജൻസ് ഉണ്ട്, പ്രാർത്ഥനകളുണ്ട്. Bhaktivinoda especially good. ഭക്തിവിനോദ് ഠാക്കൂർ വളരെയധികം കാരുണ്യവാനാണ്. ഈ Kambe hambe bolo steady nama. Kambe hambe bolo steady nama. When that day, when Maya passes ceasing, takes for the day increasing, when then my heart will your mercy shine. Aparada ruchi, shouldn't I may ruchi, people bole hambe regarding sunshine. Kambe hambe bolo steady nama. When I remember that day, you can end it. ഇതേപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. When will that day come when pure bhakti becomes fully manifest in my heart? എപ്പോ എനിക്ക് പരിശുദ്ധ ഭക്തി, പരിശുദ്ധ നാമം എന്റെ ഹൃദയത്തിൽ എപ്പോ വരും, എപ്പോ വരും? Begging, begging, begging. ഇങ്ങനെ അപേക്ഷിക്കും. Please, beg me with pure bhakti. കൃഷ്ണ Beg me with pure bhakti. ദയവായിട്ട് എനിക്ക് അനുഗ്രഹം നൽകുന്നു. നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. So it's sometimes said, പറയാറുണ്ട്, the duck who quacks the loudest gets the most crumbs. ഏത് താറാവാണ് ഉറച്ച് കരയുന്നത് അതിനാണ് കൂടുതൽ ഭക്ഷണം കിട്ടുന്നത്. Understand the meaning? Duck is quack. Many ducks are quacking, quack, 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 quack. പല താറാവും കരയാറുണ്ട്. One dog is like quack, 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 quack. ഏറ്റവും ഉറച്ച് പറയുന്ന They താറാവ് get the most crumbs. അതിനാണ് കൂടുതൽ ഇത് കിട്ടുന്നത് ഭക്ഷണം. He's the loudest quack. You must pray with great intensity. അത്രയും ആഴത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. Begging for praying. പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി. Notice all this devotee is very sincere. അപ്പം കൃഷ്ണൻ നോട്ടീസ് ഈ ഭക്തൻ വളരെയധികം ആഗ്രഹമുണ്ട്. Anything else? And if it comes to you, will you recognize? When your bhakti comes to us, will I can able to recognize it? Well, I recognize. If you have pure bhakti, you're perfect and you perfectly recognize everything. പരിശുദ്ധ ഭക്തിയുടെ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാനാണ് സാധിക്കും. You can recognize you have pure bhakti state. You have the pure bhakti, you can perfectly recognize everything. പരിശുദ്ധ ഭക്തി തലത്തിൽ എത്തിയാൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. You can't recognize you're not there. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുമ്പം യഥാർത്ഥത്തിൽ ആ പരിശുദ്ധ ഭക്തി വരുന്നത് സേവനത്തിന്റെ മുഖേനയാണ്. Somebody thinking, well, devotional service makes me nervous. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഭക്തിയുടെ സേവനം ചെയ്താൽ എനിക്ക് കൂടുതൽ അതിന്റെ അർത്ഥം Devotional service makes me nervous. ഭക്തിയുടെ സേവനം ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചാൽ നമ്മൾ പരിശുദ്ധ ഭക്തിയുടെ തലത്തിലെത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പോഴും ത്രിഗുണങ്ങളുടെ സ്വാധീനമില്ല. Anything else? Yeah. കൊച്ചുകുട്ടി എങ്ങനെ വീണ്ടും ഒരു ദിവസം ഞങ്ങൾ മംഗളാറ്റി കഴിക്കാൻ പറ്റില്ല. ഒരു ദിവസത്തേക്ക് അടുത്ത ദിവസം മനസ്സിലായി ഓക്കെ ആചാര്യങ്ങൾ
എന്റെ മനസ്സിലെ ന്യായമായിരുന്നു. അതുപോലെ ചിലപ്പോൾ കൂടുതൽ ഭക്തന്മാരുടെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം കാരണം വെച്ചാൽ പാട്ട് പോകും. അപ്പോൾ നമ്മൾ വൈഷ്ണവനാണ്, പക്ഷേ അത് ആചാര്യനെ പറഞ്ഞിട്ടില്ല, ആ ഒരു ദിവസം തെറ്റാവും. അങ്ങനെ കുറേ പോരായ്മകളുണ്ട്. ഇതൊക്കെ ചിന്തിക്കുന്നത് ഇതില് എന്റെ മനസ്സിൽ അത് കറക്റ്റ് പറഞ്ഞിട്ട് ആചാര്യന്മാരെ കൊണ്ടുവരുന്നത് കറക്റ്റാണ്. gradually progress your bhakti. So when I made so many mistakes, I convinced myself I am in that process. So I sometimes become complacent also. So then You feel you're very advanced now? The more you feel yourself advanced, the more you're followed. നമ്മൾ ഇതിൽ വിജയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഭക്തിയിൽ മുന്നേറുന്നു എന്ന് വിചാരിച്ചാൽ അതിന് നമ്മൾ The more you feel yourself followed, now you're making some advancement. എനിക്ക് വീഴ്ചകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. Yeah, I've been chanting for so many years. I got a Brahmin thread, I got a position in the temple. Yes, I'm very advanced. ഞാൻ ഒത്തിരി വർഷമായിട്ട് ജപിക്കുന്നുണ്ട്, എനിക്ക് ബ്രാഹ്മൺ ത്രെഡ് ഉണ്ട്, ടെമ്പിളിൽ ഒരു പൊസിഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഞാൻ അഡ്വാൻസ്ഡ് ആണെന്ന് വിചാരിക്കുമ്പോൾ That means you're fool number one. അതിന്റെ അർത്ഥം നീ പമ്പര വിഡ്ഢിയാണ്. Yes, there's one saying, fools rush in where angels tread. ഒരു പഴച്ചൊല്ലുണ്ട്, മൂഢന്മാർ ഓടി വരുന്ന സ്ഥലത്തേക്ക് ബുദ്ധിമാന്മാർ വരാറുണ്ട്. So the more you think yourself a fool, that is your advantage. നമ്മളൊരു മണ്ടനാ സ്വയം വിചാരിച്ചാൽ അതാണ് നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻറ്റേജ്. What is that? Lord Chaitanya considers that a great fool? What is our position? ചൈതന്യ മഹാപ്രഭു തന്നെ സ്വയം ഒരു വിഡ്ഢിയാണെന്ന് കരുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? Feeling, saying, and the lips actually feeling two different things. നമ്മള് മണ്ടനാ സ്വയം പറയുന്നതും അത് ഉള്ളിൽ ഫീൽ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമാണ്. It's like somebody said, actually I'm very advanced. I think I'm, I feel like I'm really a fool. I feel like I'm really a fool. This is how advanced I am. I'm a fool over one to see how advanced I am. ചിലപ്പോൾ നമ്മൾ സ്വയം പറയും ഞാനൊരു ഞാൻ പാളൻ പേഴ്സൺ ആണെന്നൊക്കെ പറയും, പക്ഷെ ഉള്ളിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആണെന്ന് നമ്മൾ വിചാരിച്ചാണ് പറയുന്നത്. I'm going to show you how advanced I am. Yes, I think of myself a bit. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എളിമത്തം കാണിക്കും, ഞാൻ സ്വയം വലുതാണെന്ന് It's കാണിക്കും. a show on the lips. അത് വെറും ചുണ്ടിലുള്ള ഷോ മാത്രമാണ്. In your heart, then yes, I'm very advanced. പക്ഷെ നമ്മൾ പുറമെ പറയും ഞാൻ പാളനാണ്, പക്ഷെ ഉള്ളിൽ നമ്മൾ വലിയ അഡ്വാൻസ്ഡ് ആണെന്ന് വിചാരിക്കും. It's called show bottom bhakti. അത് ഷോ ബോട്ടിൽ ഭക്തിയാണ്. You may feel some rasa, but you won't feel true. അങ്ങനെ നമുക്ക് കുറച്ച് വിഡ്ഢികളെയൊക്കെ കളിപ്പിക്കാൻ പറ്റും, പക്ഷെ കൃഷ്ണനെ കളിപ്പിക്കാൻ പറ്റില്ല. You won't feel Lord Nanda. നിത്യാനന്ദ പ്രഭുവിനെ കളിപ്പിക്കാൻ പറ്റില്ല. All those that come in for Shiranami, he analyzes them very carefully to see what actually happens in their hearts. പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് വെക്കുമ്പോൾ അദ്ദേഹം നമ്മളെ പരിശോധിക്കും, നമ്മൾ യഥാർത്ഥത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടോ. So don't try to fool Lord Nanda and other spiritual masters. You can't fool them. ആധ്യാത്മിക ഗുരുവിനെ നിത്യാനന്ദ പ്രഭുവിനെ ഒരിക്കലും വെട്ടിയാക്കാൻ ശ്രമിക്കും. They can see where you're really at. അവർക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുമോ നമ്മൾ ആരാണ്. They'll encourage you on your strong points and they'll chastise you for your weak points. അവരെപ്പോഴും നമുക്ക് ഉള്ള കഴിവിനെ അവർ എൻകറേജ് ചെയ്യും, നമ്മുടെ വീക്ക് ആയിട്ടുള്ള കാര്യത്തിന് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു തരും. Anything else? Nothing else? We can probably stop here. Everybody satisfied now? Does it make sense what I said tonight? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?